പ്രക്ഷോഭങ്ങളുടെ ദിനരാത്രങ്ങളിൽ നിന്ന് നേപ്പാൾ അല്പമൊന്ന് ശാന്തമാവുകയാണ്. സൈന്യം ഇടപെട്ടതോടെയാണ് സംഘർഷ അന്തരീക്ഷത്തിന് അയവ് വന്നത്. ഇടക്കാല സർക്കാരിനെ കാത്തിരിക്കുന്നത് കടുത്ത വെല്ലുവിളികളാണ്. നേപ്പാളിലെ ജെൻസി വിപ്ലവം, പ്രധാനമന്ത്രിയെ പുറത്താക്കിയ പ്രതിഷേധക്കാർ, ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച KP ശർമ്മ ഒലിക്ക് പകരം ഇടക്കാല സർക്കാരിന് കുൽമൻ ഗിസിംഗ് നേതൃത്വം നൽകും. ശരിക്കും നേപ്പാൾ ഭരണകൂടത്തിന് എവിടെയാണ് പിഴച്ചത്? സാമൂഹിക മാധ്യമ ആപ്പുകൾ നിരോധിച്ചാൽ ചെറുപ്പക്കാരുടെ ശബ്ദം അടിച്ചമർത്താമെന്ന ധാരണയാണ് ജെൻസി തിരുത്തിയെഴുതിയത്. ഫേസ്ബുക്ക് പൂട്ടിയപ്പോൾ അവർ പ്ലക്കാർഡുകൾ ഉയർത്തി. ഇൻസ്റ്റഗ്രാം നിരോധിച്ചപ്പോൾ അവർ തെരുവിലിറങ്ങി. എക്സ് നിർത്തലാക്കിയപ്പോൾ അവർ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. വിദ്വേഷ പ്രസംഗങ്ങൾ, വ്യാജ വാർത്തകൾ, സൈബർ ക്രൈമുകൾ ഇവ തടയാൻ സോഷ്യൽ മീഡിയ നിരോധനം അനിവാര്യമെന്ന് നേപ്പാൾ ഭരണകൂടം അവകാശപ്പെട്ടു. രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകാഞ്ഞ 26 ആപ്പുകളാണ് നിരോധിച്ചത്. മന്ത്രിമാരുടെ മക്കളുടെ വിദേശ രാജ്യങ്ങളിലെ ലാവിഷ് ജീവിതം സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്താണ് നിരോധനം വരുന്നത്. 2024 നേപ്പാളിൽ യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 20.82%. അതായത് 5-ൽ ഒരാൾക്ക് തൊഴിലില്ല. പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്നുമില്ല. നേപ്പാളിലെ യുവാക്കൾ അഴിമതിക്കെതിരെ, തൊഴിലില്ലായ്മയ്ക്കെതിരെ, സ്വജന പക്ഷപാതത്തിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയ സമയത്താണ് ഈ നിരോധനം വരുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഇടക്കാല സർക്കാരിന് ഭാരിച്ച ചുമതലയാണ്. ജനവിധി മാനിക്കണം, യുവാക്കളെ കേൾക്കണം,